സൺഡേ വ്ളോഗാണ്. ഇപ്പോൾ ഞാനുള്ളത് കൊല്ലത്താണ്, എൻ്റെ കുഞ്ഞിൻ്റെ വീട്ടിലാണ്. ഇവിടുത്തെ വിശേഷം കാര്യങ്ങളാണ് ഈ വീഡിയോസിൽ വരുന്നത്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് 2 ആഴ്ച കൂടുതലായി. ഇതുവരെ ഇത് എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല. 2 വീക്സായിട്ട് എൻ്റെ പിറകെ പോണമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം പോലും എഡിറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്ത് മടി, അല്ലാതെ വേറെ ഒന്നുമല്ല. എൻ്റെ കുഞ്ഞിൻ്റെ വീടാണ് ഇത്. ഫുള്ള് കൃഷിയും കാര്യങ്ങളൊക്കെയാണ്. ഓൾമോസ്റ്റ് എല്ലാ വെജിറ്റബിൾസും പ്ലാന്റ്സും പൂക്കളായിക്കോട്ടെ എല്ലാ കാര്യം കുഞ്ഞിൻ്റെ വീട്ടിലുണ്ട്. എല്ലാം ഉണ്ട്, പല ടൈപ്പ് ചെടികൾ. ഈ സാധനം കണ്ടോ, പണ്ടൊക്കെ ഒരുപാട് പറക്കി തിന്നിട്ടുള്ള ഒരു സാധനമാണ് തെറ്റിക്ക. നിങ്ങളുടെ ഇടയ്ക്ക് ഇതൊക്കെ എന്നാ പറയണതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊക്കെ പറക്കി എല്ലാം കണ്ട് തീർന്നിട്ട് വരുമ്പോഴത്തേക്കും കുഞ്ഞ് ഫുഡ് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡ്, ചോറും ചിക്കൻ കറിയും എല്ലാം കൂടി ഒരു കിട്ടില്ല സദ്യയല്ല, സിമ്പിൾ സദ്യ ഫുഡായിരുന്നു. ഇതാണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടായിരുന്നു. ചോറ്, പരിപ്പ്, പപ്പടം, തോരൻ, ചിക്കൻ, അച്ചാർ, തൈര് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ്. തൈര് മാത്രം മതി എനിക്ക് ചോറ് കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തൈരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വീട്ടിലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുഞ്ഞ് അതിൽ നിന്ന് കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. മുളക്, വഴുതനങ്ങ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പറക്കി അത് ഓരോന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങളായിട്ട്, ഇത് ഇത്രയും സാധനങ്ങൾ, ഇതിൽ കൂടുതൽ സാധനങ്ങളുണ്ടായിരുന്നു. ചില വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സാധനങ്ങൾ. ഞാൻ കുഞ്ഞിന് മുതൽ കൊല്ലത്ത് വരുമ്പോൾ കാണുന്ന ഒരു സാധനമാണ് ഇത്. എന്താ സാധനമെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴും കൊച്ചിലേ ഞാനിതിപ്പോൾ പൊട്ടിച്ച് കളിക്കുമായിരുന്നു. ഇതെന്താ സാധനം, ഇതെന്താണെന്ന് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ചായയും കടിക്കാനുള്ളതൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഈവനിങ്ങിന് ശേഷമുള്ളത്. ജസ്റ്റ് എല്ലാവരും അത് കാണാം. പിന്നെ ഇത് കഴിക്കുന്നിടയിൽ ഞാൻ തന്നെ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തിങ്ക് ചെയ്യുന്നുണ്ട്, ഇത് ഞാൻ വല്ല റബ്ബറാണോ തിന്നുന്നത്? അമ്മാതിരി ചവയിലായിരുന്നു ഞാൻ